ജി ടി എഡ്യൂക്കേഷൻ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ട് പലരും അക്കൗണ്ടിങ്ങിന്റെ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് ഏതൊരു സാധാരണക്കാരനും അത്യാവശ്യമായുള്ള അക്കൗണ്ടിങ്ങിന്റെ ടേംസ് ആണ് നമ്മൾ പറയുന്നത്. ഇത് +1 +2 CBSE സ്റ്റേറ്റ് ICSE കുട്ടികൾക്ക് മാത്രമല്ല, ഡിഗ്രിക്കുള്ളവർക്കും PGക്ക് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അക്കൗണ്ടിങ് താല്പര്യമുള്ള സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞപ്പോൾ അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് അറിയാമായിരിക്കും, എങ്കിൽ കൂടി നമ്മൾ അതിനെ പറയുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ മൂലധനം എന്നാണ് അതിന് മലയാളത്തിൽ പറയാം. അപ്പോൾ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സംരംഭം തുടങ്ങി അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി ഇത് റൺ ചെയ്യാൻ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നടത്താനായിട്ട് നമുക്ക് പൈസ ആവശ്യമുണ്ട്. ഇതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെയൊക്കെയുള്ള കേരളത്തിലെ ഭൂരിഭാഗം സംരംഭങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങനെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെയാണ് മിക്കതും ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ റിസർവ് ക്യാപിറ്റൽ, നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സയന്റിഫിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്ലാനിങ്ങോട് കൂടി നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോഴാണ് അത് നമുക്ക് നിലനിർത്താനും അത് ഡെവലപ്പ് ചെയ്യാനും ഒക്കെ പറ്റും. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞത് മാത്രം. നമ്മള് ഡെബിറ്റും ക്രെഡിറ്റിനെ കുറിച്ച് പറയുന്നു. എപ്പോഴും നമുക്കറിയാം, നമ്മുടെ ഒരു സിമ്പിൾ മെസ്സേജ് നമ്മുടെ ബാങ്ക് മൊബൈലിലേക്ക് വരുമ്പോൾ യുവർ അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് ദിസ് മച്ച് എമൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്ര എമൗണ്ട് കുറഞ്ഞു എന്നുള്ളതാണ് ഡെബിറ്റ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ദ എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന മണീനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയാം. ഇപ്പൊ ചിലവർക്ക് ഒരു സ്വാഭാവികമായിട്ട് സംശയമാണ്, നമ്മൾ കടകളിലൊക്കെ എഴുതിയത് നോ ക്രെഡിറ്റ്, കടം പറയരുത് എന്നുള്ളത്. അപ്പൊ അത് ശരിയാണ്, ക്രെഡിറ്റിന് അങ്ങനെ ഒരു ഇതുണ്ട്, നോ ക്രെഡിറ്റ് എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ് അക്കൗണ്ടിങ്ങിന്റെ ബേസിന് അതിനൊരു അതിന്റെ ഒരു പ്രിൻസിപ്പിളും കൂടി ഉണ്ട്. ജസ്റ്റ് ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ്ങിൽ ആദ്യത്തെ നമ്മൾ പറയുന്നത് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പൊ നമ്മുടെ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ഇങ്ങോട്ട് വരുന്നതാണ് ഡെബിറ്റ്, അങ്ങോട്ട് പോകുന്നതാണ് ക്രെഡിറ്റ്. അപ്പൊ ക്യാഷ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് ഡെബിറ്റ്, ക്യാഷ് അങ്ങോട്ടാണ് ക്രെഡിറ്റ്. പക്ഷെ ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താണ്, ഡെബിറ്റ് നമ്മുടെ നിന്ന് മൈനസ് ചെയ്യുന്നതാണ്, ക്രെഡിറ്റ് നമ്മളിലേക്ക് വരുന്നതാണ്. അപ്പൊ ഇനി രണ്ടാമത്തെ ഗോൾഡൻ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻ. പിന്നെ നമുക്ക് മൂന്നാമത്തെ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പൊ ഈ 3 അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കത് കാണാപാടം അങ്ങനെ ഡെബിറ്റ് ഇതാണ് ക്രെഡിറ്റ് ഇതാണെന്ന് അങ്ങനെ പഠിച്ചു വയ്ക്കാൻ പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട ഒരു കേപ്പബിലിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഒരു ഡ്യുവാലിറ്റി കൺസെപ്റ്റിലേക്ക് വരാം. അപ്പോൾ അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റിന്റെയും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിങ് ബേസിക് ആയിട്ടുള്ള കാര്യം ഈ കൺസെപ്റ്റ് ബേസ് ആണ്, അസറ്റ് ഈക്വൽ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, പ്രത്യേകിച്ചും നമ്മുടെ കയ്യിൽ ഉള്ള പൈസയെ നമുക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. നമ്മൾ പണ്ട് പറയും വരവറിഞ്ഞ് വേണം ചെലവ് ചെയ്യാൻ എന്ന് പറയും. അപ്പൊ ഇല്ലാത്ത പൈസ ചെലവാക്കണമെങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. അപ്പൊ അവിടെയാണ് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് പഠിക്കുക മാത്രമല്ല, അത് ലൈഫിൽ അപ്ലൈ ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസൾട്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി ആണ്. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആസ്തി എന്ന് പറയും മലയാളത്തിൽ, ക്യാപിറ്റൽ പറഞ്ഞ മൂലധനം, ലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബാധ്യത. അപ്പോൾ അസറ്റ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി എന്ന് പറയാം. അപ്പോൾ അതിൽ നിന്ന് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമ്മൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്താൽ ക്യാപിറ്റൽ ഈക്വൽ അസറ്റ് മൈനസ് ലയബിലിറ്റി, ലയബിലിറ്റി ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ. അപ്പോൾ 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ ടേംസ് മാത്രം പറഞ്ഞ് നമ്മൾ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ താല്പര്യം കമൻറ്റ് ചെയ്യുക, നമുക്ക് മറ്റു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഊർജ്ജം എന്ന് പറയുന്നത്. മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.